അവസാനത്തെ മൂന്നാമത്തെ എക്സാം വന്നു. അതോടെ എനിക്ക് തീരും പേടിയില്ല. ഞാൻ കുട്ടമ്പത്തിനും കേട്ടാൻ കോളേജ് പേടിയാ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ ഞാൻ ഫിലോസഫി ആയതുകൊണ്ട് കുറച്ച് പുറത്തൊക്കെ ഇന്ന് അപ്പോൾ സൂപ്പർ സ്റ്റാർ സാജന്റെ അങ്ങനെ എനിക്ക് പ്രഷർ താങ്ങാതെ ഞാൻ പുറത്ത് അപ്പോൾ അവിടെ പ്രഷറിൽ അപ്പാപ്പിരിക്കുന്നു. എന്റെ പടച്ചോനെ കഴിഞ്ഞ അപ്പാപ്പിന്റെ പ്രഷർ കേട്ടപ്പോ എന്റെ പ്രഷറാണ്. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പ് വീഡിയോ ഓൺ ആക്കി കണ്ട അപ്പം ക്യൂട്ട്നസ് ഇടും. ഇന്ത്യ ക്യൂട്ട്നസ് ചെയ്ത് പിന്നെ എന്ത് ബ്ലോഗ് സംഭവം കേട്ടോ. എന്റെ പൂക്കിയാന്നോണ്ട് ഡിപ്രഷൻ ചോദിക്കുക. ആ ഡിപ്രഷനും വെച്ച് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ കോളേജിൽ മറ്റൊരു വ്ളോഗർ അവിടെ കിടന്നു. അങ്ങനെ വ്ളോഗർ ചാറ്റ ഞാൻ പറഞ്ഞു കാശി ഒരു കാര്യമില്ല വെറുതെ ക്യൂട്ട്നസ് ആണ് കേട്ടോ. ക്യൂട്ട്നസ് എന്തൊക്കെ പറയുന്നുണ്ട് അപ്പാപ്പിനോട്. അത് കേട്ടോ അപ്പാപ്പി തലയും ചൊറിഞ്ഞ് നിൽക്കുക. കുറെ നേരമായിട്ട് തുടങ്ങി. അതിങ്ങനെ റിട്ടേൺ ചെയ്തു. എക്സാമിന് എത്ര പേപ്പർ എഴുതാം ഓനക്കണ്ട കണക്കറിയുന്നത്. പിന്നെ നമ്മൾ ആര്യമ്മ എന്ന ആൾക്കാർ വിളിക്കും. കുറച്ച് ക്യൂട്ട്നസ് ഡിപ്പിച്ചാണ് പറഞ്ഞു. ഇതാണ് എക്സാം എഴുതി ആയിട്ട് ആരും പേടിക്കണ്ട. അവനക്കൊന്നുമില്ല. എക്സാം ചെയ്ത ക്ഷീണാണ് എല്ലാവരും. കുട്ടാപ്പിയുടെ തള്ളു കേട്ട് ബെങ്ക് കെട്ടിപ്പിടിച്ച് ഞാൻ അപ്പുറത്തൊക്കെ സാല അവിടെ പോയി തള്ളുകിന്റെ പപ്പൂർക്ക് ചാറ്റ് എടുത്തിട്ടാ. ഇതിനെന്താ പിന്നെ പറയാം. ഡിപ്രഷൻ മാറാൻ വേണ്ടി തണ്ണിമത്ത് കുടിക്കാൻ പോയി. പിന്നെ ഒന്നും നോക്കി ഡിപ്രഷൻ മാറണവരെ കുടിച്ച് എവിടെന്ന് അറിയില്ല. ഞങ്ങൾ എപ്പ കുമ്മുടി കുടിച്ചാൽ അപ്പൊ ഒരു ആർച്ച ടീച്ചർക്കണ പോലെ കുമ്മുടി ജ്യൂസ് കുടിച്ചപ്പോ അപ്പാപ്പിന്റെ പ്രശ്നം അൽഹംദുലില്ലാഹ്. രാത്രി അവൻ അന്നെ പേരെ പോയി കേക്ക്. ഞാൻ മാത്രമല്ല ജാസ് ഉണ്ടായിരുന്നു. കേക്കോട് കൂടി ഡിപ്രഷൻ കുറഞ്ഞു. അതെന്താന്ന് നാളെ പറയാം. അപ്പൊ ഓക്കെ ബൈ.